മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ആഘോഷമായി. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 120ഓളം അംഗങ്ങളുള്ള ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ വിവിധ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ സ്കൂളിൽ ഗ്രോ ബാഗ് കൃഷിയിലൂടെ ഇവർ നട്ടുപരിപാലിച്ച ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, കാബേജ് എന്നിവയുടെ വിളവെടുപ്പാണ് വാർത്തകളിൽ ഇടം നേടുന്നത്. കഴിഞ്ഞ ഡിസംബർ ആദ്യവാരത്തിലാണ് 125ഓളം ഗ്രോ ബാഗുകളിലായി കാബേജും കോളിഫ്ലവറും കൃഷി ചെയ്തത്. ജൈവ കൃഷിയുടെ പ്രാധാന്യം, പരിസ്ഥിതി സംരക്ഷണം, കൃഷിയിൽ സ്വയം പര്യാപ്തതയുടെ മൂല്യം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുക എന്നതായിരുന്നു ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം. വീടുകളിൽ ഇത്തരത്തിൽ അടുക്കളത്തോട്ടങ്ങൾ ആരംഭിക്കാൻ കുട്ടികൾക്ക് പ്രചോദനവും മാതൃകയുമായി മാറുകയാണ് ഈ നേട്ടമെന്ന് പ്രധാന അധ്യാപകൻ KJ തോമസ് മാസ്റ്റർ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാതാ ഹൈസ്കൂളിനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷകരമായ ദിവസമായിരുന്നു. വിളവോത്സവം, വിളവെടുക്കുന്ന ഒരു മാമാങ്കമാണ് ഇവിടെ നടന്നത്. അതായത് കുട്ടികളിൽ കൃഷിയോട് ആഭിമുഖ്യം ഉള്ളവരായി വളർത്തുവാൻ വേണ്ടി ഓരോ വീട്ടിലും ഒരു ചെറിയ അടുക്കളത്തോട്ടം എങ്കിലും കുട്ടികൾ വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് അവർക്ക് പ്രോത്സാഹനം നൽകുവാനും ഐഡിയ നൽകാനുമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്കൂളിൽ ഈ കിച്ചണോട് ചേർന്നിട്ടുള്ള ഈ തോട്ടം ഞങ്ങൾ സജ്ജീകരിച്ചത്. അപ്പോൾ ഇതിൽ നമ്മുടെ സ്കൂളിലെ LK വിദ്യാർത്ഥികളാണ് സജീവമായിട്ട് പങ്കെടുത്തത്. ഇവിടെ വെച്ചേക്കുന്നത് 125 ഗ്രോ ബാഗുകൾ, ഒരു പകുതി എണ്ണത്തിൽ കാബേജും പകുതി കോളിഫ്ലവറുമാണ് ഇതിനെ ഇത്രയ്ക്ക് ഗ്രോത്താക്കി മാറ്റിയത്. അതൊക്കെ ചെയ്തിരുന്ന കുട്ടികളാണ്. കാലത്ത് വന്നവർ നനയ്ക്കും, ആഴ്ച ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഇന്ന് എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സുദിനത്തിൽ ഇത് ഞങ്ങൾ വിളവെടുത്തേക്കാണ്. കാബേജ് 2 ആകെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, അതാവണമുള്ളൂ. കോളിഫ്ലവർ ഞങ്ങൾ കുറേ പറിച്ചു. ഇതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൃഷിയോട് താല്പര്യമുള്ള പുതിയൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരായി. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്, ഞങ്ങളും വളരെ സന്തോഷത്തിലാണ്. ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയിൽ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്ക് പിന്തുണയുമായി അധ്യാപകരും അനധ്യാപകരും PTA അംഗങ്ങളും മറ്റ് വിദ്യാർത്ഥികളും ഒപ്പം കൂടിയിരുന്നു. തങ്ങളുടെ അധ്വാനം വിളവെടുപ്പ് ഉത്സവത്തിൽ എത്തി നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഡബിൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വിളവെടുപ്പ് നടന്നതിൽ ഞങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ വിളവെടുപ്പ് നടന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും വന്ന് ചെടി നനയ്ക്കും. മാഷും ടീച്ചറും ഞങ്ങൾക്ക് ഒപ്പം എല്ലാ സപ്പോർട്ടിനും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഡിസംബർ തുടക്കമാണ് നട്ടത്. പിന്നെ ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചെടി നട്ടത്. അടുത്ത വർഷം ഞങ്ങൾക്ക് കൂടുതൽ വിപുലമാക്കി നടത്തണം എന്നാണ് ആഗ്രഹം. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ ഇടം പിടിക്കും. വ്യാഴാഴ്ച നടന്ന വിളവെടുപ്പ് ഉത്സവം പ്രധാനാധ്യാപകൻ KJ തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ഷീജ വാറുണ്ണി, ബിന്ദു ഈയപ്പൻ, വിജി ജോർജ്, PTA അംഗം സനീഷ് എന്നിവർ സംസാരിച്ചു. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും മാത്രമല്ല, കൃഷിയിൽ സ്വയം പര്യാപ്തരാവുക എന്ന ഒരു പാഠപുസ്തകത്തിന് പുറത്തെ കൃഷിപാഠം കൂടി ഈ കുട്ടികൾ അഭ്യസിക്കുന്നുണ്ട്. ഏതായാലും തങ്ങൾ അധ്വാനിച്ച് വിളവെടുത്ത വിഭവങ്ങൾ കൂടി സ്കൂളിലെ ഉച്ചഭക്ഷണ മെനുവിൽ ഇടം പിടിക്കുന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഈ കുട്ടികൾ. വരുന്ന അധ്യയന വർഷത്തിലും ഈ കൃഷി രീതികൾ കൂടുതൽ വിപുലമാക്കാൻ സാധിക്കട്ടെ, അത് മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാക്കാനും സാധിക്കട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.